വേട്ടക്കാരനായ ജര തന്റെ പതിവ് വേട്ടയാത്രയിൽ വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. കാട്ടുപുല്ലുകൾക്കിടയിൽ നിന്ന് കൃഷ്ണന്റെ കാൽ പുറത്തേക്ക് നീണ്ടുനിൽക്കുന്നത് കണ്ട് അതൊരു മാൻ എന്ന് തെറ്റിദ്ധരിച്ച ജര തന്റെ വിഷലിപ്തമായ അമ്പ് പ്രയോഗിച്ചു. ആ അമ്പ് മുമ്പ് പൊടിയാക്കാൻ കഴിയാതെ പോയ ഗദയുടെ ചെറുതായ ത്രികോണകഷ്ണം ഉപയോഗിച്ച് അവൻ നിർമ്മിച്ചതായിരുന്നു. തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ ജര അത്യന്തം വ്യാകുലനായി. കണ്ണീരോടെ കൃഷ്ണനോട് ക്ഷമ ചോദിച്ച് അവന്റെ അടുക്കൽ നിന്ന് മാറാൻ അവൻ വിസമ്മതിച്ചു. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇത് ജരയുടെ കുറ്റമല്ലെന്നും എല്ലാം ഇങ്ങനെ സംഭവിക്കാനാണ് നിശ്ചയിക്കപ്പെട്ടിരുന്നതെന്നും അവനെ ആശ്വസിപ്പിച്ചു. തുടർന്ന് കൃഷ്ണൻ ജരയെ അനുഗ്രഹിച്ച് വിഷ്ണുവിന്റെ രൂപം ധരിച്ചു തന്റെ ലോകമായ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. ജര തന്റെ മുൻജന്മത്തിൽ മഹാവീരനായ ബാലിയായിരുന്ന എന്നും പറയുന്നു. അന്ന് വിഷ്ണു ശ്രീരാമനായി അവതരിച്ചു കിഷ്കിന്ധയുടെ രാജാവായ ബാലിയെ വധിച്ചിരുന്നു. രാമന് വാലിയോട് വൈരമൊന്നുമില്ലായിരുന്നിട്ടും ഒരു വൃക്ഷത്തിനു പിന്നിൽ ഒളിച്ചുനിന്ന് അവനെ വധിച്ചതായി വിശ്വസിക്കുന്നു. പിന്നീട് ബാലി ജരയായി ജനിച്ച് കൃഷ്ണന്റെ മരണത്തിന് കാരണമായി. കർമ്മത്തിന്റെ നിയമം സർവർക്കും ഒരുപോലെ ബാധകമാണെന്നും ദൈവത്തിനും പോലും അതിന്റെ പ്രഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാനാകില്ലെന്നും ഈ കഥ ഓർമ്മിപ്പിക്കുന്നു.